നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പട്ടിക്കാട് വൻ സ്പിരിറ്റ് വേട്ട. കൊടകര കനകബല മാർത്തോമ കുരിശുമുടി പള്ളിയിൽ ദുഃഖ്റാന തിരുനാളിന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടിയേറുമെന്നും ബുധനാഴ്ച തിരുനാൾ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഓംനി വാൻ കത്തിനശിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പട്ടിക്കാട് വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേരെ എക്സൈസ് പിടികൂടി. രാജേഷ്, യേശുദാസ്, പ്രദീപ്, ബിജു എന്നിവരാണ് പിടിയിലായത്. വാളയാർ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. 47 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത്. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത്. 2 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഒരു വാഹനത്തിൽ സ്പിരിറ്റും രണ്ടാമത്തേത് സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റായി വന്ന വാഹനവുമാണ് പിടികൂടിയത്. കൊടകര കനകമല മാർത്തോമ കുരിശുമുടി പള്ളിയിൽ ദുഃഖ്റാന തിരുനാളിന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടിയേറുമെന്നും ബുധനാഴ്ച തിരുനാൾ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറ്റിക്കാട്ട് ഫൊറോന വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത് കൊടിയേറ്റം നിർവഹിക്കും. ചൊവ്വാഴ്ച രാവിലെ 6:15 ദിവ്യബലി, വൈകിട്ട് 6:30 ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, പള്ളിചുറ്റി പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. തിരുനാൾ ദിവസമായ ബുധനാഴ്ച രാവിലെ 7 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, ഊട്ട് വെഞ്ചിരിപ്പ്, 10 ആഘോഷമായ റാസ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പ്, വണക്കം എന്നിവയും ഉണ്ടാകും. റെക്ടറും വികാരിയുമായ ഫാദർ അലക്സ് കല്ലേലി, കൈക്കാരൻ ആന്റണി കരിയാട്ടി, പബ്ലിസിറ്റി കൺവീനർ തോമസ് മൂക്കരാം പറമ്പിൽ, ജോയിന്റ് കൺവീനർ വർഗീസ് വെളിയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വരുന്ന ജൂലൈ 3-ാം തീയതി ദുഃഖ്റാന തിരുനാൾ. നമ്മൾ പലരും ആ വാക്ക് കേട്ടിരിക്കും. അതിൻ്റെ അർത്ഥം, അതൊരു സുറിയാനി വാക്കാണ്. അതിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ക്രിസ്തു ശിഷ്യന്മാരായിട്ടുള്ള 12 സ്ലീഹന്മാരിൽ ഒരാളായിട്ടുള്ള മാർ തോമാ സ്ലിഹായുടെ ഓർമ്മ തിരുനാളായിട്ടാണ് ജൂലൈ 3 നാം ആഘോഷിക്കുക. ആഘോഷമായ കുർബാനയാണ് റാസ കുർബാന. ആ റാസ കുർബാന 5 കാർമ്മികരുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. അതേ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരിക്കും. കൂട്ടുനേർച്ച രാവിലെ ഒരു 10 മണിയോടുകൂടെ 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂട്ടുനേർച്ച കൊടുത്തു തുടങ്ങും. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഓംനി വാൻ കത്തിനശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണമ്പേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിനു സമീപം ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. കേബിൾ ഓപ്പറേറ്ററായ വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാനാണ് കത്തിനശിച്ചത്. വാനിന്റെ പുറകിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ലിൻസൺ വാഹനം നിർത്തി പുറത്തേക്കിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തീപിടുത്തത്തിനിടെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുമുണ്ടായിരുന്നു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റിക്കാട് സപ്ലൈകോ വിതരണ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെയും സബ്സിഡി ഇനങ്ങളിൽപ്പെട്ട അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VC ബെന്നി അധ്യക്ഷനായിരുന്നു. PK ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ഡേവിസ് കരിപ്പായി, ലിൻസൺ നടവരമ്പൻ, പ്രിൻസ് മുണ്ടൻമാണി, KT വർഗീസ്, ജോർജ് TL, പൌലോസ് കണ്ണത്ത് എന്നിവർ സംസാരിച്ചു. ഒരു വലിയ സമരത്തിനാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്നത്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കെല്ലാവർക്കും അറിയാം, പൊതുവിതരണ സംവിധാനം ഈ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത്. മണ്ണമ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു.
അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. കാവല്ലൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. KCB അധികൃതർ സ്ഥലത്തെത്തി. വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്ന മദ്യവുമായി യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കാളക്കല്ല് പുളിഞ്ചോട് പുത്തൻ വീട്ടിൽ 35 വയസ്സുള്ള ശ്യാമാണ് അറസ്റ്റിലായത്. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിനു സമീപത്ത് നിന്നാണ് ശ്യാമിനെ മദ്യവുമായി പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 3.5 ലിറ്റർ മദ്യം പോലീസ് കണ്ടെടുത്തു. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങുന്ന മദ്യം ആവശ്യക്കാർക്ക് ചില്ലറയായി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. SHO KN മനോജ്, SI അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊടകരയിൽ വി ഡാൻസ് യോഗ ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിക്കുന്നു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നോർത്ത് പോയിന്റ് ബിൽഡിംഗിൽ ആരംഭിക്കുന്ന വി ഡാൻസ് യോഗ ആൻഡ് ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം ജൂൺ 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സിനിമ സീരിയൽ താരം വരദ ഉദ്ഘാടനം ചെയ്യും. നിരവധി സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. 3 മണി മുതൽ 4 മണി വരെ റെജി ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ സൌജന്യ ഡാൻസ് വർക്ക്ഷോപ്പും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ രാജിവെച്ചു. കോൺഗ്രസിലെ ധാരണ പ്രകാരമാണ് രാജി. സനൽ മഞ്ഞളി അടുത്ത പ്രസിഡന്റാകാനാണ് സാധ്യത. 3 വർഷം പ്രിൻസൺ തയ്യാലക്കലും 2 വർഷം സനൽ മഞ്ഞളിയും പ്രസിഡന്റാകുമെന്നായിരുന്നു ധാരണ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നതോടെ 6 മാസം കൂടുതൽ പ്രിൻസൺ തയ്യാലക്കൽ പ്രസിഡന്റാവുകയായിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന ശേഷം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സെക്രട്ടറിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഹോളി ഫാമിലി പാവനാത്മ പ്രൊവിൻഷ്യലും മാനേജറുമായ സിസ്റ്റർ ഡോക്ടർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി സൈബർ പോലീസ് സബ് ഇൻസ്പെക്ടർ KL ജെയ്സൺ സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക C സംഗീത, ലോക്കൽ മാനേജർ C ജ്യോതിസ്, വാർഡ് മെമ്പർ പ്രനില ഗിരീശൻ, കൊടകര സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ സിബിൻ വാഴപ്പിള്ളി, PTA പ്രസിഡന്റ് VR രഞ്ജിത്ത്, MPTA പ്രസിഡന്റ് ലിജി ജോബി, സ്റ്റാഫ് പ്രതിനിധി ഷൈബി ജോസ്, A+ വിന്നർ കുമാരി ലക്ഷ്മി മേനോൻ, സ്റ്റാഫ് പ്രതിനിധി T നൈസ് പോൾ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2024 സാമ്പത്തിക വർഷത്തെ പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. 16ാം വാർഡിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചെണ്ടുമല്ലി തൈകളുടെ നടീൽ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വാർഡ് മെമ്പർ MS സുമേഷ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രജിത, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും ബൾക്കായിട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ആദ്യഘട്ടത്തിൽ നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ ഏറ്റവും നല്ല ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനം നടത്തി. സീനിയർ അസിസ്റ്റന്റ് ടെസി M മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. ക്ലാസിക് കൃതികളും കവിതകളും ചെറുകഥകളും കുട്ടികളെ പരിചയപ്പെടുത്തി. സ്റ്റാഫ് സെക്രട്ടറി P ബിജു, അധ്യാപകരായ K സൗമ്യ, KE ഷിനി, സൂര്യ G നാഥ്, ദീപ സെബാസ്റ്റ്യൻ, K ധനുഷ, P രമ്യ എന്നിവർ നേതൃത്വം നൽകി. ലോകഭാഷയായിട്ട് ഏറ്റവും പഴയ കാലത്ത് ഗ്രീക്ക് ലത്തീൻ ഭാഷകളാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പട്ടിക്കാട് വൻ സ്പിരിറ്റ് വേട്ട. കൊടകര കനകമല മാർത്തോമ കുരിശുമുടി പള്ളിയിൽ ദുഃഖ്രാന തിരുനാളിന് തിങ്കളാഴ്ച വൈകിട്ട് 6:30 കൊടിയേറുമെന്നും ബുധനാഴ്ച തിരുനാൾ ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമ്നി വാൻ കത്തിനശിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.